ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ക്രോസ് കട്ട് ബ്ലൗസാണ്. സാധാരണ ബ്ലൗസ്, പ്രിൻസസ് കട്ട്, ബാക്ക് ഓപ്പൺ, അങ്ങനെ ഒത്തിരി മോഡലുകളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളൊരുവിധം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ക്രോസ് കട്ടിങ് ഞാൻ ചെയ്തിട്ടില്ല വീഡിയോയിലൊന്നും, അതുകൊണ്ട് ഇന്ന് ക്രോസ് കട്ടിങ് ചെയ്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. അപ്പം നമ്മളിത് സാധാരണ ഒരു 2x2 മെറ്റീരിയലാണ് കേട്ടോ ചെയ്യുന്നത്. ക്രോസ് കട്ടിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് തയ്ച്ചിട്ടവരെ പിന്നെ വേറൊരു ഓപ്ഷൻ എടുക്കില്ല, ആ ഒരു കട്ടിങ് തന്നെ മതി എന്ന് പറയും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കൂടുതലും മെലിഞ്ഞവർക്ക് ഇത് നല്ലതായിരിക്കും കേട്ടോ. കാരണം അവർക്ക് കുറച്ച് വണ്ണമൊക്കെ തോന്നിക്കാനായിട്ട് ക്രോസായിട്ട് തുണി എടുക്കുമ്പോൾ ഒരു വണ്ണം തോന്നിക്കുമല്ലോ. നമ്മളിപ്പോൾ ക്യാപ് സ്ലീവൊക്കെ ചെയ്യുമ്പോൾ ക്രോസിലൊക്കെ എടുക്കുമ്പോഴേക്കും അത് മെലിഞ്ഞവർക്കൊരു ഇത്തിരി ഭംഗിയായിട്ട് തോന്നിക്കും. അതുപോലെ തന്നെയാണ് ക്രോസ് കട്ട്, ഇത്തിരി മെലിഞ്ഞവർക്ക് ഇത്തിരിയും കൂടി ഭംഗിയായിട്ട് തോന്നിക്കും. അല്ലാതെ എല്ലാവർക്കും നല്ലതാണ്. കാരണം ഈ ക്രോസ് കട്ട് ബ്ലൗസ് ഇട്ടവർ അത് തന്നെ മതി എന്ന് പറയും. വേറെ ഒന്നുമല്ല, ഈ ക്രോസ് ആകുമ്പോഴേക്കും തുണി ഇത്തിരി വലിഞ്ഞു വരുമല്ലോ, അപ്പോൾ നമുക്ക് കറക്റ്റ് ഫിറ്റ് ആയിരിക്കും കേട്ടോ. തുണി ഇത്തിരി ബ്ലൗസ് ഇത്തിരി ടൈറ്റ് ആയാലും ആ ഫ്രണ്ട് പോർഷൻ വലിഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് കറക്റ്റ് ഫിറ്റിലിരിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ തുണിയൊക്കെ രണ്ടാക്കി മടക്കി, എന്നിട്ട് അത് വീണ്ടും ഒന്നുകൂടി മടക്കി ആദ്യം ഞാൻ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് സ്ലീവാണ്. അപ്പോൾ ഇത് കറക്റ്റ് 1 മീറ്റർ തുണിയേ ഉള്ളൂ. അപ്പോൾ ചിലവർ പറയും കേട്ടോ, 1 മീറ്റർ തുണിയിൽ, അതായത് ഇപ്പം ഞാൻ സ്ലീവ് ലെങ്ത്ത് തന്നെ 11.5 എടുക്കുന്നുണ്ട്, അതും പോയിട്ട് പിന്നെ എടുക്കാൻ ക്രോസ് കട്ട് ബുദ്ധിമുട്ടായിരിക്കും, തികയത്തില്ല എന്നൊക്കെ പറയും. പക്ഷെ അതിനൊരു എളുപ്പ വഴിയുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. നമുക്ക് ഈ 1 മീറ്റർ തുണിയിൽ തന്നെ ക്രോസ് കട്ട് ചെയ്തിട്ട് കൈ നീളം അത്യാവശ്യം എടുത്തിട്ട് നമുക്ക് ചെയ്ത് കാണിക്കാവേ. അപ്പം ഞാൻ സ്ലീവ് നീളം എടുത്തിട്ട് അതൊന്ന് ആദ്യം സ്ലീവ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ സ്ലീവിന് ഞാൻ 10 ഇറക്കമാണ് എടുക്കുന്നത്. 10ന് 11.5 എടുക്കണം. കാരണം നമുക്കിവിടെ ലൈനിങ് ഒന്നും ഇല്ലല്ലോ, ഇത് 2x2 ബ്ലൗസ് അല്ലേ. അപ്പോൾ താഴെ ഒന്ന് മടക്കി ഹെം ചെയ്യാനുണ്ട്, പിന്നെ മേളിലും അരയിഞ്ച് പോകും. അപ്പോൾ 10 ഇറക്കത്തിന് താഴെ 1 ഇഞ്ചും കൊടുക്കണം, മേളിലൊരു അരയിഞ്ചും പോകും. അപ്പോൾ അങ്ങനെ ടോട്ടൽ 11.5 എടുത്തിട്ട് ഞാൻ നീളത്തിലങ്ങ് വരച്ചു, സാധാരണ നമ്മൾ വരക്കുന്ന പോലെ തന്നെ. എന്നിട്ട് ആ സൈഡിൽ നിന്ന് 3.5 ഇങ്ങോട്ട് ക്രോസിൽ ഇങ്ങോട്ട് തള്ളിയിട്ട് ഒന്ന് മാർക്ക് ചെയ്യും. കണ്ടോ, 3.5 ഒന്ന് മാർക്ക് ചെയ്യും അവിടെ. എന്നിട്ട് നമ്മൾ ആ കൈയിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കും. അവിടെ ആ ഭാഗത്താണ് 3.5 മാർക്ക് ചെയ്തത്. എന്നിട്ട് നമ്മൾ കൈ ഷേപ്പ് ഫ്രഞ്ച് കർവ് വെച്ച് വരക്കുവാണെങ്കിൽ ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് താഴെ ഭാഗം വണ്ണം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ഞാൻ പറയാറില്ലേ, ഒരു 5.5 6ൻ്റെ അവിടെയൊക്കെ വണ്ണം എടുത്തിട്ട് അതും കൂടി ഒന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ കൈയിൻ്റെ കറക്റ്റ് ഷേപ്പിലുള്ള വണ്ണം നമുക്ക് കിട്ടും. പിന്നെ റിഗാളൊന്ന് നോട്ട് ചെയ്യണം. അപ്പം ഞാനിവിടെ എൻ്റെ റിഗാള് 16.5ആണ്, അപ്പോൾ 8.25 എടുത്തിട്ട് അവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് നേരെ അങ്ങോട്ട് ഈ 3 അളവും കൂടി യോജിപ്പിച്ചിട്ട് ഇതങ്ങ് കട്ട് ചെയ്തെടുക്കും. അപ്പോൾ കൈയിൻ്റെ കട്ടിങ് ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. ക്രോസ് കട്ടിങ് എന്ന് വിചാരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടൊന്നും ആരും വിചാരിക്കേണ്ട, നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ തുണി തികയാതെ വരുമ്പോൾ നമുക്കൊരു ട്രിക്ക് ഉണ്ട്, ആ ട്രിക്കങ്ങ് അതൊരു സിമ്പിൾ വഴിയാണ് കേട്ടോ, അതിലൊന്ന് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇപ്പം നമ്മൾ കൈ ഞാൻ ട്രേസർ വീലർ കൊണ്ട് ഒന്നുകൂടി മാർക്ക് ചെയ്തു. കാരണം ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഉണ്ടല്ലോ ഈ ലൈൻ ഒന്ന് ലെവൽ ചെയ്ത വശമാണ് അറ്റം ഒന്ന് മുറിച്ച് കളഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രേസർ വീലർ കൊണ്ട് വരക്കുമ്പോഴുണ്ടല്ലോ നമുക്ക് കറക്റ്റായിട്ട് 4 വശത്തും കിട്ടും കേട്ടോ. ഇപ്പം ഞാൻ താഴെ നമ്മൾ മടക്കി അടിക്കണമല്ലോ, അതൊന്ന് വരച്ച് കാണിച്ചു തരുവാണ്. അതൊന്നും വെട്ടേന്ന് വേണ്ട കേട്ടോ, അവിടെ മടക്കി അത്ര അടിക്കണമെന്ന് ഞാനൊന്ന് പറഞ്ഞതാണ്. അവിടെയും 1 ഇഞ്ച് പോകും. പിന്നെ മേലിൽ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുന്ന വശത്തും നമുക്ക് 1 ഇഞ്ച് പോകും. അപ്പോൾ അതുകൊണ്ടാണ് 11.5 എടുത്തത്. അപ്പോൾ ഈ 1.5 ഇഞ്ച് പോയി കഴിയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്കവിടെ 10 ഇഞ്ച് ലെങ്ത്ത് കൈക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതേ കൈ നമ്മൾ വെട്ടി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. കണ്ടോ, തയ്യൽ തുമ്പും കൂടി ഇട്ടിട്ട് ബാക്കി ഭാഗം കൂടി കട്ട് ചെയ്തു. ഇപ്പോൾ ട്രേസർ വീലർ കൊണ്ട് വരച്ചപ്പോൾ അതിൻ്റെ അപ്പുറത്തെ വശത്ത്, അതായത് 4 മടക്കിൽ ഇട്ടിട്ട് പോലും അപ്പുറത്തെ വശത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള തുണി എന്ന് പറഞ്ഞത് ആകെ ഇത്രക്കോളം തുണിയേ ഉള്ളൂ. ഇതിൽ നിന്ന് നമുക്ക് ബാക്ക് പീസ് വെട്ടണം, ഫ്രണ്ട് പീസ് വെട്ടണം, ഫ്രണ്ട് പീസിൻ്റെ കട്ടിങ് പീസും വെട്ടണം. പിന്നെ നമുക്ക് ഹുക്ക് പടി വേണം, അയപ്പടി വേണം, ക്രോസ് പീസ് വേണം,
കഴുത്ത് മറിച്ചടിക്കാൻ, ഇതെല്ലാം നമുക്ക് ഈ ത്രികോണം തുണിയിൽ നിന്ന് വേണം. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ആദ്യം നമ്മൾ ഇതിൽ നിന്ന് വെട്ടാൻ പോകുന്നത് ബാക്ക് പീസാണ്. അപ്പോൾ ബാക്ക് പീസിൻ്റെ ലെങ്ത്ത് 14.5 ആയിരുന്നു വേണ്ടത്. ഞാനതിന് 15.5, 1 ഇഞ്ച് കൂടുതൽ കൊടുക്കണം. എടുത്ത് മാർക്ക് ചെയ്തിട്ട് ഷോൾഡർ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഇനി ഷോൾഡർ കണ്ടുപിടിക്കാൻ നമ്മളിതേ കറക്റ്റ് അളവ് വണ്ണം എടുക്കണം. ഈ വണ്ണം എടുക്കുമ്പോൾ നമ്മൾ ചുരിദാർ എടുക്കണ പോലെ ലൂസാക്കി എടുക്കരുത്, നല്ല ടൈറ്റിൽ എടുക്കണം. കാരണം നമ്മൾ ബ്ലൗസ് നല്ല ടൈറ്റായിട്ട് വന്നിട്ടല്ലേ ഹുക്ക് ഇങ്ങനെ ഇടുകയുള്ളൂ. അപ്പോൾ അത് നല്ല ടൈറ്റിൽ എടുക്കണം. അപ്പോൾ നിങ്ങളുടെ അളവ് എത്രയാണോ അത് എടുക്കുക. ഇപ്പം ഞാൻ എൻ്റെ അളവ് എടുക്കും. അപ്പോൾ ഇങ്ങനെ ബ്ലൗസിൻ്റെ എടുക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ബ്രായുടെ അളവ് കറക്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ ബ്രാസിൻ്റെ മെഷർമെൻറ്റ് ഉണ്ടാവില്ല എല്ലാവർക്കും. അപ്പോൾ അത് കറക്റ്റായിട്ട് ഉണ്ടാവും എല്ലാവരും. അതായത് ഞാൻ പറഞ്ഞത് അത്രയും ടൈറ്റിൽ തന്നെ എടുത്താലേ ഉള്ളൂ ബ്ലൗസ് കറക്റ്റായിട്ട് ഇരിക്കുള്ളൂ എന്നാണ്. അപ്പോൾ നമ്മളതിൻ്റെ ഷോൾഡർ ലെവൽ കണ്ടുപിടിക്കുകയാണ്. ഷോൾഡർ ലെവൽ കണ്ടുപിടിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ അണ്ടർആമിൻ്റെ അവിടുത്തെ ചുറ്റി വണ്ണം കൊടുത്തില്ല, അത് /6 ആണ്. പക്ഷേ ഇത് സ്ഥിരമായ ഒരളവല്ല. കാരണം നെക്ക് ഡീപ്പ് കൊടുക്കുന്നതനുസരിച്ച്, ബാക്ക് നെക്ക് ഡീപ്പ് കൊടുക്കുന്നതനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പോൾ എനിക്ക് കിട്ടിയത് 38 ആണെങ്കിൽ 38 / 6 ചെയ്യുമ്പോൾ എനിക്ക് 6.3 കിട്ടും. പക്ഷേ ഈ 6.3 ഞാൻ എടുക്കത്തില്ല. കാരണം അതെടുത്തിട്ട് ഞാൻ 8.5 ഇഞ്ച് ഡീപ്പ് കൊടുക്കുന്നുണ്ട് ബാക്ക് നെക്കിന്. അപ്പോൾ എനിക്ക് നെക്ക് ഷോൾഡറിൽ നിന്ന് ഇറങ്ങിപ്പോരും. അതുകൊണ്ട് നേരെ -1 ചെയ്തിട്ട് ഒരു 5.3 കൊടുത്താൽ എനിക്കത് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നെക്കിൻ്റെ അളവ് എന്ന് പറയുന്നത് ബ്ലൗസിൽ സ്ഥിരമായിട്ട് ആർക്കും നിൽക്കത്തില്ല. അത് നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ എടുക്കണം. ബാക്ക് നെക്ക് എന്തോരമാണോ അതനുസരിച്ച് നമ്മൾ ഈ കറക്റ്റ് നമ്മൾ 6 വെച്ച് കണ്ടുപിടിച്ചിട്ട് നെക്ക് ധാരാളമായിട്ട് ബാക്കിലോട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് ഒന്ന് മൈനസ് ചെയ്ത് കൊടുത്തേക്കണം. ഇപ്പം ഞാനിത് അവിടെ ഒരു -1 കൊടുത്തിട്ട് 5.3 എടുത്തു. എന്നിട്ട് ഷോൾഡർ വരച്ചു. അത് തന്നെ ഞാൻ നേരെ കൈക്കുഴീൻ്റെ അവിടെയും സ്ക്വയർ വരച്ചിട്ടു. എന്നിട്ട് ബാക്ക് കഴുത്ത് 2.5 ഇഞ്ച് അകലത്തിൽ 8 ഇഞ്ച് ഇറക്കവും എടുത്ത്, എന്നിട്ട് കൈക്കുഴീൻ്റെ അവിടെ 1.5 ഇഞ്ച് 38 / 26 ചെയ്യുമ്പോൾ കിട്ടുന്ന അളവ് 1.4 ആണെന്ന് തോന്നുന്നത്. അതെടുത്തിട്ട് ഞാൻ കൈക്കുഴിയും വരച്ചു. ഇനി നമുക്ക് അവിടുത്തെ വണ്ണമാണ് മാർക്ക് ചെയ്യേണ്ടത്. ബാക്കിലത്തെ വണ്ണം കണ്ടുപിടിക്കുക. ഞാൻ എൻ്റെ ബ്ലൗസ് കട്ടിങ്ങിൽ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ബാക്ക് അളവ് മാത്രം കിട്ടിയാൽ മതി, ഫ്രണ്ട് പിന്നെ നമുക്ക് നോക്കേ വേണ്ട. അപ്പോൾ ഇത് കണ്ടുപിടിക്കുന്നത് 38 / 4 ചെയ്യുമ്പോൾ നമുക്ക് മേളിലത്തെ വണ്ണം കിട്ടും. അത് മാർക്ക് ചെയ്യുക. എന്നിട്ട് താഴത്തെ വണ്ണം ഞാനിപ്പോൾ ചുറ്റിയെടുത്തു. അതായത് 14.5 വരുന്ന ഭാഗത്ത് ചുറ്റിയെടുക്കുമ്പോൾ എത്രയാണോ കിട്ടുന്നത് അത് താഴെയും കൊടുക്കുക. എന്നിട്ട് ആ 2 അളവും കൂടി ജോയിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനാവശ്യമായ തയ്യൽ തുമ്പും വരച്ച് മാർക്ക് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ബാക്ക്. ഈ ബാക്ക് വെച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ട് കട്ട് ചെയ്യാൻ പോകുന്നത്. ഞാൻ എൻ്റെ ബ്ലൗസ് കട്ടിങ്ങിൽ ഫ്രണ്ടിൽ ഇങ്ങനെ അളവെടുത്തൊന്നും കാണിക്കാറില്ല. ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആർക്കും അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല കട്ട് ചെയ്യാനൊന്നും. കാരണം ഫ്രണ്ടിൽ അളവൊക്കെ എടുത്ത് പിന്നെയും നോക്കേണ്ട കാര്യമില്ല. കാരണം ഫ്രണ്ടിൽ ഈ ഡാറ്റൊക്കെ വരുമ്പോഴത്തേക്കും അളവെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് വെച്ച് തന്നെ നമുക്ക് അങ്ങ് കണക്ക് പിടിച്ചെന്നാലുണ്ടല്ലോ വളരെ എളുപ്പമായിരിക്കും. അപ്പം ഞാൻ ആ ബാക്ക് അതൊന്ന് വെട്ടിയെടുക്കുകയാണ്. അപ്പോൾ അതേ ബാക്ക് നമുക്ക് ഇത്രയേ ഉള്ളൂ, വെട്ടിക്കഴിഞ്ഞു. ഇനി അതിൻ്റെ കഴുത്ത് കൂടി ഒന്ന് വെട്ടിയെടുക്കുക. കഴുത്ത് 2.5 ഇഞ്ച് അകലവും 8.5 ഇഞ്ച് ഇറക്കമാണ് കൊടുത്തത്. അപ്പോൾ ഇത് കഴുത്ത് വെട്ടി ആ പീസൊന്നും കളയരുത് കേട്ടോ. കാരണം ഇത്തിരി പോണം തുണിയേ ഉള്ളൂ. ഇനി ആ പീസ് നമുക്ക് അയപ്പടിയായിട്ട് ഉപയോഗിക്കാം. ഈ 1 മീറ്റർ തുണിയിൽ ക്രോസ് കട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒട്ടും തുണി കളയാനുണ്ടാവില്ല. കാരണം ഇതിൻ്റെ സ്ലീവ് ലെങ്ത്ത് തന്നെ 10 എടുത്തിട്ടുണ്ട്. ആ 10ഉം പിന്നെ അത്യാവശ്യം 14 ഇറക്കത്തിലുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ക്രോസ് വയ്ക്കാനായിട്ട് പിന്നെ തുണിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സാധാരണ തയ്യക്കാർ ചിലവർ പറയും അയ്യോ തുണിയില്ല തികയത്തില്ല എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. നമ്മൾ വിഷമിക്കരുത്. നേരെ ഒരു ന്യൂസ് പേപ്പർ എടുക്കുക. എന്നിട്ട് ബാക്ക് അതേ വഴി തന്നെ അതിലേക്ക് വെക്കുക. അപ്പോൾ വെക്കുമ്പോൾ ഉണ്ടല്ലോ ഈ നെക്കിൻ്റെ അവിടെ നിന്ന് സൈഡ് ഒരു അരേഞ്ച് ഇടണം. അവിടെ നമുക്ക് ഹുക്ക് പടി അയപ്പടി അടിക്കുമ്പോഴത്തേക്ക് ഫ്രണ്ട് ഓപ്പൺ ആണല്ലോ, ആ ഫ്രണ്ടിൽ നിന്ന് അരേഞ്ച് ഒന്ന് തള്ളി വേണോട്ട് ഇടാനായിട്ട്. എന്നിട്ട് നമ്മൾ ബാക്ക് പീസ് അതേപടി വെച്ചിട്ട് ഇറക്കം ഒരു ഇഞ്ചും കൂടി കൂടുതൽ എടുത്തിട്ട് ബാക്കി എല്ലാ വശങ്ങളും അതുപോലെ തന്നെ മാർക്ക് ചെയ്യണം. ഇവിടെ വ്യത്യാസം വരുന്നത് ഇറക്കവും വരും, പിന്നെ നെക്ക് പോർഷൻ അത്ര ഇറക്കില്ല. ബാക്ക് 8.5 ഇറക്കിയെങ്കിൽ ഫ്രണ്ട് ഞാനൊരു 6.5 കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതനുസരിച്ച് ഞാൻ മാർക്ക് ചെയ്തിട്ട് ഫ്രണ്ട് നെക്ക് ഞാനൊരു 6.5 എടുത്തിട്ട് കുറച്ചും കൂടി ഒന്ന് വൈഡായിട്ടൊക്കെ മാർക്ക് ചെയ്ത് കേട്ടോ. ബാക്കിനേലും കുറച്ചും കൂടി, അതായത് 2.5 ഇഞ്ച് അകലം തന്നെ. അവിടെ നിന്ന് 2.5 ഇഞ്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഒരു റൗണ്ടാക്കിയൊക്കെ എടുത്തു. പിന്നെ
ബാക്കിനേൽ ഇത് വ്യത്യാസപ്പെടുത്തുന്നത് ഫ്രണ്ട് കൈക്കുഴിയും കുറച്ച് കുഴിച്ച് വെട്ടും. ഇപ്പം ഞാൻ നിങ്ങൾക്ക് പേപ്പറിൽ ഇങ്ങനെ വരയ്ക്കുന്നതൊന്നും കാണാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഞാനിപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഷേപ്പ് നിങ്ങൾക്ക് കിട്ടും. അപ്പം ഞാൻ അത് കാണിച്ചു തരാം. അതായത് നമ്മളൊന്നും ചെയ്തില്ല, ബാക്ക് പീസ് ആ പേപ്പറിലേക്ക് വെച്ചിട്ട് ഫുള്ളായിട്ട് വെച്ച് എല്ലാ വശവും വരച്ചെടുത്തു. അപ്പോൾ ബാക്ക് പീസിനിൽ 1 ഇഞ്ച് നീളം കൂടി കൂടുതൽ വരച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് ഫ്രണ്ട് പീസിൻ്റെ കട്ടിങ് പീസും ഒന്ന് 2ആയിട്ട് മുറിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പം ഞാൻ മാർക്ക് ചെയ്യുന്നതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല ഈ ന്യൂസ് പേപ്പറിലായത് കൊണ്ടിട്ട്. പക്ഷേ ഇത് ഞാൻ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഷേപ്പ് മനസ്സിലാവും. ഞാൻ ദേ ഇപ്പോൾ കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ. ഇതിൽ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ഞാൻ എപ്പോഴും നേരത്തെ ഞാൻ എൻ്റെ ബ്ലൗസ് ചെയ്യുന്നതിലൊക്കെ കാണിച്ചിട്ടുണ്ട്, നമ്മളൊരു ട്രയാങ്കിൾ പീസ് പുറത്തേക്ക് വരയ്ക്കും ബാക്കിനേലും. അതായത് ബാക്കിൻ്റെ തയ്യൽ തുമ്പിട്ടാണ് നമ്മൾ വെട്ടിയത്. ബാക്ക് പീസ് വെച്ചിട്ട് തയ്യൽ തുമ്പ് കൂടി ആഡ് ചെയ്ത് വെട്ടി, പ്ലസ് എക്സ്ട്രാ ഒരു 2 ഇഞ്ചോ 2.5 ഇഞ്ചോ പുറത്തേക്ക് ഇട്ടൊരു ട്രയാങ്കിൾ കൊടുത്തിട്ടുണ്ട്. ഇത് അറിയാത്തവർ എൻ്റെ നേരത്തെ വീഡിയോ എടുത്ത് ബ്ലൗസ് കട്ടിങ് കണ്ടാൽ മതി, അപ്പോൾ മനസ്സിലാവും. അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ട്രയാങ്കിൾ കൊടുക്കുന്നത് നമ്മൾ അകത്ത് പിടിക്കുന്ന ഒരു ഡാട്ട് പോയിൻ്റ് ആണ്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ ആ ട്രയാങ്കിൾ എവിടെയാണ് ഞാൻ പിടിച്ചതെന്ന്. ഇത് കണ്ടോ, അത്രയും ഭാഗം ഞാൻ പുറത്തേക്ക് എക്സ്ട്രാ എടുത്തതാണ്. ബാക്ക് പീസിനേലും മാർക്ക് ചെയ്ത് നമ്മൾ വെച്ചില്ലേ പേപ്പറിൽ, ആ ബാക്ക് പീസിനിൽ എക്സ്ട്രാ എടുത്ത പീസ്, അതായത് നമ്മൾ ഇവിടെ ഫ്രണ്ടിൽ ടക്ക് പോയിൻ്റ് ഒക്കെ പിടിക്കുമല്ലോ, അപ്പോൾ ആ പീസിന് വേണ്ട തുണിയാണ് ആ എക്സ്ട്രാ എടുത്ത ഒരു ട്രയാങ്കിൾ പീസ്. എന്നിട്ട് നമ്മൾ അതിൻ്റെ കട്ടിങ് പീസും കണ്ടോ വെട്ടിയെടുത്തു. അതായത് നമ്മൾ ന്യൂസ് പേപ്പറിലേക്ക് ബാക്ക് പീസ് വെച്ചിട്ട് ഇറക്കം 15.5 ഒന്നും കൂടി കൂടുതൽ എടുത്തിട്ടോ 16. അതായത് കട്ടിങ് പീസ് വരുമ്പോൾ അത് ജോയിൻറ്റ് കൊടുക്കണമല്ലോ ഫ്രണ്ടിൽ, അതിനാണ് നമ്മൾ ഇറക്കം 16 എടുത്തത്. ബാക്ക് ഇറക്കം എടുത്തത് ബാക്ക് ഇറക്കം വെച്ചിട്ട് ഫ്രണ്ട് ഇറക്കം 6.5 കുറച്ച്, ഇത്രയേ ഉള്ളൂ വ്യത്യാസം. കൈക്കുഴിയും കുഴിച്ചു വെട്ടി. എന്നിട്ട് ഇനി നമ്മൾ ആ ഫ്രണ്ട് പീസ് ഇത്തിരി പോണ തുണിയിൽ ഇങ്ങനെ വെച്ച് നോക്കുക, എവിടെയാണോ ഇത് കൊള്ളുന്നത് ക്രോസ് ആയിട്ട് വെക്കണം തുണിയിൽ എപ്പോഴും പേപ്പർ. അപ്പം നമുക്ക് എന്നാലേ ക്രോസ് കട്ടായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ പേപ്പർ എങ്ങനെ ക്രോസ് ആയിട്ട് വെക്കാൻ പറ്റുമോ അങ്ങനെ നമ്മൾ വെച്ചെടുക്കണം. നമ്മളിത് തുണിയിലൊന്ന് കട്ട് ചെയ്യാൻ നോക്കിയാൽ നമുക്ക് പറ്റത്തില്ല, കാരണം ഇങ്ങനെ ഒരു ഷേപ്പ് നമുക്ക് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്കത് എവിടെ വെച്ചാലാണ് കറക്റ്റായിട്ട് അത് കൊള്ളുന്നതെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ പേപ്പറിൽ കട്ട് ചെയ്ത് എടുക്കുവാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് തിരിച്ചും മറിച്ചുമൊക്കെ വെച്ച് നോക്കാം. അതല്ലാതെ ഇപ്പോൾ ഒരു സ്ഥലത്ത് മാർക്ക് ചെയ്തിട്ട് അത് പിന്നെ മായ്ച്ചിട്ട് അടുത്ത സ്ഥലത്ത് മാർക്ക് ചെയ്യലൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഇതാകുമ്പോൾ നമുക്ക് പേപ്പറിൽ വെട്ടിയെടുത്താൽ ഒന്ന് തിരിച്ചും മറിച്ച് എവിടെയാണോ ഇത് കൊള്ളുന്നതെന്ന് വെച്ചാൽ കൊള്ളിക്കാം. എന്നിട്ട് നമ്മുടെ കട്ടിങ് പീസിൻ്റെ തുണി അത്രയും പീസും കൂടി നമുക്ക് വേണമല്ലോ, അതും കൂടി കൊള്ളിക്കുക. അപ്പോൾ കട്ടിങ് പീസ് മുഴുവനായിട്ട് കൊള്ളില്ല, കുറച്ചും ജോയിൻറ്റ് പീസ് കൊടുക്കണം. ആദ്യം നമുക്ക് ഇതിൽ നിന്ന് ഈ പീസ് അങ്ങ് വെട്ടിയെടുക്കാം. ഈ ഫ്രണ്ട് പീസ് ക്രോസിൽ വെച്ചിട്ട് ഞാൻ ആ പേപ്പർ കട്ടിങ് അതേ വഴി തന്നെ അങ്ങ് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ പീസായി ഇത് ക്രോസായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. തുണി തികഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ആരും വിഷമിച്ചൊന്നും ഇരിക്കണ്ട. ഇങ്ങനെ നമ്മളൊരു പേപ്പർ കട്ടിങ് എടുത്താൽ മതി. ഈ പേപ്പർ കട്ടിങ് കൊണ്ട് ഒരു ഗുണമുണ്ട്, ഒരു കസ്റ്റമറുടെ ഒരു പേപ്പർ കട്ടിങ് അളവെടുത്തിട്ട് പേരെഴുതി വെക്കുവാണെങ്കിൽ അവർ എത്ര ബ്ലൗസ് വന്നാലും നമുക്ക് ഈ കട്ടിങ്ങിൽ ചെയ്ത് കൊടുക്കാം. കണ്ടോ, അപ്പോൾ ഇപ്പോൾ നമ്മൾ അവരുടെ ക്രോസ് പീസ്, അപ്പം ഞാൻ സൈഡ് ഒന്ന് ലെവൽ ചെയ്തതാണ് കേട്ടോ, അല്ലെങ്കിൽ ആ ഭാഗം തൂങ്ങിക്കിടക്കുവേ. അപ്പോൾ അത് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ആ കട്ടിങ് പീസ് ഉണ്ടല്ലോ അതും കൂടി ഒന്ന് വെട്ടിയെടുക്കണം ഈ തുണിയിൽ നിന്ന്. അപ്പോൾ ഇത്രയും തുണിയുള്ളൂ. അപ്പോൾ കട്ടിങ് പീസിൽ ചെറിയൊരു പീസ് ജോയിൻറ്റ് കൊടുക്കണം. അത് പിന്നെ സാരി മറയുന്ന ഭാഗം ഫ്രണ്ടിൽ ആ താഴത്താണ്, അതാരും കാണത്തൊന്നുമില്ല. അപ്പോൾ നമ്മൾ അതങ്ങനെ ജോയിൻറ്റ് കൊടുക്കാൻ ഇതെങ്ങനെ വെച്ചാലാണ് എവിടെയാണ് കൊടുക്കാൻ പറ്റുന്നതെന്ന് നോക്കുവാണ്. അപ്പോൾ നമുക്ക് ആ ഹുക്ക് പടിയുടെ അയ്പടിയുടെ ഭാഗത്ത് തന്നെ കൊടുക്കുവാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ അത്രയും ഭാഗം സാരി മറയുന്ന കൊണ്ടിട്ട് കാണത്തുമില്ലല്ലോ. അപ്പോൾ ആ രീതിയിൽ ഞാൻ പേപ്പർ വെച്ചിട്ട്, അപ്പോൾ നമുക്കിപ്പോൾ ഇങ്ങനെ പേപ്പർ ആകുമ്പോഴേക്കും എവിടെ വേണമെങ്കിലും വെച്ച് നോക്കാം. അല്ലെങ്കിൽ നമ്മൾ വരച്ച് അയ്യോ ഇത് ഇവിടെ വരച്ചാൽ ശരിയാവില്ല അവിടെ വരച്ചാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് വരച്ച് മാറ്റി വരക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ മടക്കി വെക്കുന്ന അത്രയും നമുക്ക് പീസ് തികയത്തില്ല. ആ ഒരു പീസ് നമ്മൾ ജോയിൻറ്റ് കൊടുക്കണം. അപ്പോൾ അത് വേറൊരു കഷ്ണത്തിൽ നിന്ന് നമുക്ക് വെട്ടിയിട്ട് അത് ഞാനിപ്പോൾ ഹുക്ക് പടിയുടെ അയ്പടിയുടെയും ഭാഗത്ത് 2 വശത്തുമായിട്ട് ആ ഒരു ചെറിയൊരു പീസ് ജോയിൻറ്റ് വരും. അത് ആരും കാണത്തുമില്ല കേട്ടോ, സാരി മറയുന്ന ഭാഗമായതുകൊണ്ട്. അപ്പോൾ അത് ആ ഒരു കഷ്ണം ഞാൻ വേറൊരു പീസിൽ നിന്ന് നമ്മൾ പേപ്പറിൽ മടക്കി
മടക്കി വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ഒരു ഷേപ്പ് തന്നെ നമുക്ക് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ദേ ഞാൻ അങ്ങനെ അത് മാർക്ക് ചെയ്തെടുക്കുവാണ്. പേപ്പറിൽ മടക്കിയേക്കണമുണ്ട് നമുക്ക് കറക്റ്റായിട്ട് അളവ് കിട്ടും. അപ്പോൾ ഒരു 1/4 ഇഞ്ച് കൂടുതൽ ഇടണം ആ മടക്കിനേലും, കാരണം തയ്യൽ തുമ്പ് വേണമല്ലോ നമുക്ക്. അപ്പോൾ അതുകൂടി ഇട്ടിട്ട് ഞാൻ ആ ഒരു ഷേപ്പിൽ തന്നെ ഇത് വരച്ചെടുക്കുവാണ്. അപ്പോൾ ക്രോസ് കട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് ആരും പേടിക്കേണ്ട, ഇത്രയേ ഉള്ളൂ സംഭവം. നമ്മളൊരു പേപ്പർ കട്ടിങ് എടുത്ത് വെക്കുവാണെങ്കിൽ ആ ഒരു കസ്റ്റമർ എത്രയൊക്കെ ബ്ലൗസ് തരുവാണെങ്കിലും നമുക്ക് ആ പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും പേപ്പർ കട്ട് ചെയ്യാനും നിൽക്കണ്ട. അപ്പോൾ നമ്മുടെ ആണെങ്കിൽ ഒരു പേപ്പർ കട്ടിങ് എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ദേ അവിടെ കട്ടിങ് പീസും കറക്റ്റായിട്ട് ഞാൻ വെട്ടിയെടുത്തു. അത് തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്താൽ നമുക്ക് സാരി മറിയുമ്പോൾ ആ ഭാഗത്ത് അത് കാണുകയുമില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്തു, ഫ്രണ്ട് പീസ് കട്ട് ചെയ്തു, കട്ടിങ് പീസ് കട്ട് ചെയ്തു, സ്ലീവ് കട്ട് ചെയ്തു. ഇനി ഇതിൽ വേണ്ടത് കുറച്ച് കഷ്ണങ്ങളാണ്, അതായത് ഹുക്സ് പടി വേണം. ഇനി ഐപ്പടിക്ക് ഞാൻ ബാക്ക് കഴുത്ത് വെട്ടിയ ഒരു കഷ്ണം വെട്ടി മാറ്റിയത് കളയരുതെന്ന് പറഞ്ഞില്ലേ, അതാണ് കണ്ടോ. അപ്പോൾ ഇത്രേ തുണി ഉണ്ടാവുള്ളൂ. ഈ 2x2 തുണിയിലൊന്നും ഒന്നും മാറ്റാനുണ്ടായില്ല. നമുക്ക് ലൈനിങ് ഇട്ടാണ് തയ്ക്കുന്നതെങ്കിൽ നമ്മുടെ സാരിയുടെ മെറ്റീരിയലൊക്കെ ലൈനിങ് ഇട്ട് തയ്ക്കുമ്പോൾ പിന്നെയും തുണി കിട്ടും, കാരണം ലൈനിങ് പീസ് കൂടി ഉണ്ടാവും നമുക്ക്. പക്ഷേ 2x2 ഇങ്ങനെ ക്രോസ് കട്ടിങ് ഒക്കെ വരുമ്പോൾ തുണി ശ്രദ്ധിച്ചൊക്കെ ചെയ്യണം. അപ്പോൾ അതിന് ഒട്ടും തുണി ഉണ്ടാവില്ല. അപ്പം നമ്മൾ അതിന് ഇങ്ങനെ കഷ്ണങ്ങളൊന്നും തന്നെ കളയരുത്. ആകെ ഇത്തിരി പോണ തുണിയേ ഉള്ളൂ. ഇതിൽ നിന്ന് നമ്മൾ ക്രോസ് കട്ട് ബ്ലൗസ് നെക്ക് മറിച്ചെടുക്കാനുള്ള ക്രോസ് കട്ട് വേണം. അതുപോലെ തന്നെ ഇപ്പം ഞാൻ വെട്ടുന്നതുണ്ടല്ലോ, ബാക്കിൽ താഴത്ത് 1 ഇഞ്ച് വീതിയിൽ നമുക്കൊരു പടി വേണം. അത് വെച്ചിട്ട് നമ്മൾ മറിച്ചടിച്ച് ഹെമ്മിങ് ചെയ്ത് വെക്കുമല്ലോ ബാക്ക് നെക്ക്, അപ്പോൾ അതിനുള്ള തുണിയാണ്. അപ്പോൾ അത് ഞാൻ ഈ കഷ്ണത്തിൽ നിന്ന് വെട്ടിയെടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഹുക്സ് പടിയാണ്. ഹുക്സ് പടിയും വെട്ടിയെടുക്കണം. ഇപ്പം ഞാൻ വെട്ടുന്നതുണ്ടല്ലോ, ആ കഷ്ണത്തിൽ നിന്ന് എനിക്കൊരു ക്രോസ് പീസ് കിട്ടുമെന്ന് തോന്നി. അപ്പം ഞാൻ അതിൽ നിന്ന് ഒരു ക്രോസ് പീസ് കൂടി മുറിച്ചെടുക്കുകയാണ്. ഒരു തുണിയും കളയരുത് കേട്ടോ, നമ്മൾ കളയുന്നതിന് മുമ്പ് ഒന്ന് നോക്കണം കണ്ടോ. അപ്പം ഞാൻ അതിൽ നിന്ന് എനിക്കൊരു ക്രോസ് പീസ് കിട്ടി. അപ്പോൾ അതുകൂടി എടുത്തിട്ട് അത് കളഞ്ഞേക്കാം കണ്ടോ. ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ ആ സൈഡിൽ നിന്ന് ഹുക്സ് വെക്കാൻ വേണ്ടി നമുക്കൊരു പടി വേണമല്ലോ 1 ഇഞ്ച് വീതിയിൽ, അതും കൂടി എടുത്തു. എന്നിട്ട് ബാക്കിയുള്ള നെക്ക് തയ്ക്കാനുള്ള ക്രോസ് പീസ് ഒരെണ്ണം പോരല്ലോ, നമുക്കൊരു 3 4 വേണം. 4 എന്ന് പറഞ്ഞാൽ 2 വെച്ച് കിട്ടും ഇങ്ങനെ തയ്ക്കുമ്പോൾ. അപ്പോൾ ഒരു 8 വരുമല്ലോ. അപ്പോൾ നമുക്ക് നെക്ക് മറിച്ചടിക്കാം, കാരണം അത്യാവശ്യം ഇറങ്ങിയ നെക്കാണ്. അപ്പോൾ അത്രയും ക്രോസ് പീസ് വേണം. എന്നിട്ട് ഇതെല്ലാം കൂടി ജോയിൻ ചെയ്ത് എടുക്കണം. ഇതിപ്പോൾ ഞാൻ കയ്യിലെടുത്തേക്കണത് 2 ഉണ്ടാവും കേട്ടോ, 2 മടക്കിലാണല്ലോ തുണി ഇരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ 4 എന്ന് പറഞ്ഞത്. അത് തുറന്ന് വരുമ്പോൾ 8 ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കണ്ടോ. നമ്മളെല്ലാ ഭാഗങ്ങളും വെട്ടിക്കഴിഞ്ഞു. വേസ്റ്റ് ഇത് ആ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങൾ മാത്രമേ ഇതിൽ വേസ്റ്റ് ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും വരില്ല. അപ്പോൾ ഇതാണ് ബാക്ക് പീസ്. അപ്പോൾ ബാക്ക് പീസിൽ വരുന്നത് ഈ പടിയാണ് കണ്ടോ, ഇതാണ്. ഇനി നമ്മൾ ഫ്രണ്ട് പീസ് എടുത്ത് വെച്ചിട്ട് ഇതിൻ്റെ ഡാറ്റ് പോയിൻ്റൊക്കെ മാർക്ക് ചെയ്ത് വെക്കാം. നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ തന്നെ ഉണ്ടല്ലോ, എല്ലാ വശങ്ങളും അങ്ങ് മാർക്ക് ചെയ്താൽ പിന്നെ നമുക്ക് ഇടയ്ക്ക് കൺഫ്യൂഷൻ വരില്ല, നമുക്ക് ഒറ്റ ഇരിപ്പിൽ അങ്ങ് തയ്ച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മളതിൻ്റെ ഡാറ്റ് പോയിൻ്റ് അടയാളപ്പെടുത്താനായിട്ട് ഇങ്ങനെ ഷോൾഡറിൽ നിന്ന് നമ്മുടെ ബ്രസ്റ്റ് പോയിൻ്റ് എവിടെയാണോ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇറക്കം നോക്കുക. അപ്പോൾ എൻ്റെ അളവെന്ന് പറയുന്നത് ഒരു 10.5 അപ്പോൾ ഞാൻ ഷോൾഡറിൽ നിന്ന് 10.5 ഇറക്കം മാർക്ക് ചെയ്തു. പക്ഷെ ഇപ്പോൾ മാർക്ക് ചെയ്തേക്കുന്ന ആ ഇറക്കം മാത്രം നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്താൽ മതി കേട്ടോ, കാരണം അതിൻ്റെ അകലം നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ അകലം വരുന്നത് 8 ഇഞ്ചാണ്. അപ്പം നമ്മൾ 4 ഇഞ്ച് ഈ അരികിലൊന്നും തയ്യൽ തുമ്പൊന്നും കൊടുക്കേണ്ട, കറക്റ്റ് 4 എടുത്തു. അപ്പോൾ തയ്ച്ച് വരുമ്പോൾ ഒരു 3.5 കാണുള്ളൂ, കാരണം 3.25 കാണുള്ളൂ കേട്ടോ, കാരണം തയ്യൽ തുമ്പ് പോകും. അപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് ബ്ലൗസ് ടൈറ്റായിട്ട് ഇരിക്കുമ്പോൾ അത് കറക്റ്റ് ആവും. അപ്പോൾ വീതി ഇവിടെ നിന്ന് ഹുക്സിൻ്റെയൊക്കെ ആ ഭാഗത്തു നിന്ന് 4 അകലം കൊടുത്തിട്ട് മേളിൽ നിന്ന് ഒരു 10.5 ഇറക്കുമ്പോൾ നമുക്ക് സെൻട്രൽ ഡാറ്റ് കിട്ടും. ഇപ്പം ഞാൻ കണ്ടോ, ഇപ്പോൾ 10.5 എടുത്തില്ലേ, അത് ഇവിടെ നിന്ന് ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് അകലം 4.5 അപ്പോൾ ആ സെൻട്രൽ ഡാറ്റിൽ നിന്ന് പിന്നെ 1.5 അകലത്തിൽ മറ്റ് 2 ഡാറ്റുകളും കൂടി നമ്മൾ കണ്ടുപിടിക്കും കേട്ടോ. ഇതേണ്ട ഇപ്പോൾ സൈഡിൽ ആ ഒരു പോയിൻറ്റും കിട്ടി. ഇതൊക്കെ ടക്ക് പോയിൻ്റ് ആണ്. അപ്പോൾ സൈഡിൽ ആദ്യം നമ്മൾ മെയിൻ ടക്ക് കണ്ടുപിടിക്കണം കേട്ടോ. അതാണ് ഷോൾഡറിൽ നിന്ന് ഇറക്കം എടുത്ത് കണ്ടുപിടിച്ചത് കേട്ടോ. ഇറക്കവും പിന്നെ ബ്രസ്റ്റിൻ്റെ വിട്ടും എടുത്തിട്ട് ബ്രസ്റ്റ് പോയിൻ്റ് വിട്ട് കൊടുത്ത് നമ്മളത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ബാക്കി 2 ടക്കും കണ്ടുപിടിക്കാൻ അതിൽ നിന്ന് തന്നെ 1.5 അകലത്തിൽ എടുത്താൽ മതി. ഇപ്പം നമുക്ക് 3 ടക്കും കിട്ടി. അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ. അപ്പോൾ അപ്പുറത്തും വരുമല്ലോ ആ ഇത് വെച്ചിട്ട് ട്രേസർ വീലർ വെച്ച് മാർക്ക് ചെയ്താൽ. ഇപ്പം നമ്മൾ ഫ്രണ്ടിൽ ഇതേ കട്ടിങ് പീസും അതിൻ്റെ ജോയിൻറ്റ് പീസും ഉണ്ട്. അപ്പോൾ ഇതും കിട്ടി. ബാക്ക് പടിയും കിട്ടി. പിന്നെ
കൈ സ്ലീവ് ഉണ്ട്. പിന്നെ നമുക്ക് ഉണ്ടോ ഇപ്പോൾ ബാക്കിലെ ആ ഒരു ഇതാണ് പീസാണത്, ബാക്കിലെ പീസ് അതിൻ്റെ പടിപ്പീസ് കണ്ടോ. പിന്നെ ഫ്രണ്ടിലെ പീസ് കട്ടിങ് പീസ്, ഇത്രയും. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ ഐ വെക്കാനുള്ള പടി വേണം, ഹുക്സ് പടി വേണം, ക്രോസ് പീസ് വേണം. പിന്നെ നമുക്ക് സ്ലീവ്. ഇപ്പോൾ എല്ലാ ഭാഗങ്ങളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ക്രോസ് കട്ട് ചെയ്യുന്നതിനുള്ള സൂത്രപ്പണി എന്ന് പറഞ്ഞത് ഇതാണ്. അപ്പോൾ എല്ലാവരും പേപ്പറിൽ കട്ട് ചെയ്തിട്ട് ചെയ്താൽ തുണി തികയില്ല എന്നുള്ള ഒരു പ്രശ്നം നമുക്ക് മാറിക്കിട്ടും. അതുമല്ല നമുക്ക് കറക്റ്റായിട്ട് വെച്ച് നോക്കാം, ഒരു കൺഫ്യൂഷനും ഉണ്ടാവത്തില്ല. അപ്പോൾ ഇങ്ങനെയാണ് ക്രോസ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം. ലൈക്ക് ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതൊരു പീസും കളഞ്ഞ് പോകരുത്. എല്ലാം ഇങ്ങനെ മടക്കി കൃത്യമായിട്ട് വെക്കണം. നമുക്ക് തയ്ച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ശരി.